ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഗാർഡനിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു 10 പുതിയ ചെടികളെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തുടർന്ന് ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മളപ്പോൾ കാണാൻ പോകുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് വെറൈറ്റിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു പോട്ടിലോട്ടൊക്കെ ഇങ്ങനെ റീപ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് അഗ്ലോണിമ ഉണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ ഈ ഒരു പ്ലാന്റിന്റെയും കെയർ. അപ്പോൾ അത് വെച്ചിരിക്കുന്നത് പോലെയൊക്കെ തന്നെ ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ്. ഇത് നല്ല തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് അഗ്ലോണിമ ആണെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതിപ്പോ രണ്ടും നട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്നും പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് അലോക്കേഷ്യ പ്ലാന്റ്, എലിഫന്റ് ഇയർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന്റെ ഇല കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. ഈ ഒരു ഡാർക്ക് ഗ്രീൻ ലീഫിലെ ഒരു വൈറ്റ് കളറിലെ വെയിൻസ് ഇതേപോലെ പോയത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പൊ ഒരു മാസമായിട്ടുണ്ട് ഇത് നട്ടിട്ട്. അപ്പൊ ഇതിനിപ്പോ പുതിയതായിട്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്, അലോക്കേഷ്യ. ഇത് ഞാൻ പിന്നെ ആദ്യം നട്ടപ്പോൾ ചെറിയൊരു മോഡലാണ് നട്ടത്. അപ്പൊ ഞാൻ ചുമ്മാ എന്റെ കാരിങ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞ കുറച്ച് പരന്നായിട്ടുള്ള ഒരു ചട്ടിയിൽ നടന്നായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇതിന്റെ ഇവിടുന്ന് ചെനപ്പ് പൊട്ടിയിട്ടാണ് പുതിയ തൈകളും ഇതിന്റെ പുതിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാന്ന്. അപ്പൊ ഞാൻ അല്പം വലിയൊരു ചട്ടിയിലോട്ട് നട്ടുന്നുള്ളൂ. പിന്നെ ഇതിപ്പോ ഒരു മാസമായി വെച്ചിട്ട് ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ പൊടി പിടിക്കും വന്നിട്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിട്ട് തുടച്ചു കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രത്യേക ഭംഗി കാണാനായിട്ട്. ഇതിപ്പോ ഞാൻ മഴയൊന്നും കൊള്ളാത്ത ഒരു ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാനായിട്ട്. ഇനി കുറച്ചൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ കെയർ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ്. അപ്പൊ അരേലിയ പ്ലാന്റ് ഒക്കെ നല്ല ബുഷിയായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2018 ഒരു ഫ്ലഡ് ഉണ്ടായി. ആ ടൈമില് കുറെ അധികം പ്ലാന്റ്സ് പോയി. അപ്പൊ ആ കൂട്ടത്തിൽ അരേലിയൊക്കെ ചീഞ്ഞു പോയി. പിന്നെ ഈ അരേലിയ വാങ്ങിയതിന്റെ കൂട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോ വാങ്ങിച്ചതാണിത്. അപ്പൊ ഇതിന്റെ പേര് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ ഒക്കെ കിട്ടിയത് ട്രയാങ്കിൾ ഫൈക്കസ് എന്നാണ് കിട്ടിയത്. ഇതിന്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിന്റെ ലീഫ് ഉള്ളത്. അതിലിങ്ങനെ ഒരു ക്രീമില് ഗ്രീനിഷ് ഡിസൈൻ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ലീഫാണ്. അപ്പൊ ഇത് ഞാൻ കുറച്ച് മഴ കൊള്ളുന്ന ഏരിയയിലാണ് ആദ്യം വെച്ചത്. അപ്പൊ അതിന്റെ ഇലകളൊക്കെ കണ്ടു കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്റെ മഴയൊന്നും അധികം കൊള്ളാത്ത ഒരു ഏരിയയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കെയർ ഞാൻ കുറച്ച് നാള് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ചെടി അരേലിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഞാൻ കഴിഞ്ഞൊരു ഗാർഡൻ ടൂർ വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ പേര് വേറെയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴും അതേപോലെ തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഇതിന്റെ പേര് അരേലിയ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് പേരറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നന്നായിട്ട് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ടിരിക്കണ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. പിന്നെ നമ്മുടെ ഈ ഒരു ഗാർഡനിലേക്ക് വാങ്ങിച്ചത് ഈ ഒരു വഞ്ചിയാണ്. ഇത് ഈ പ്ലാന്റ് പോട്ടൊക്കെ വിൽക്കുന്ന കടയിൽ ഉണ്ടായിരുന്നതാണ്. കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതില് ഒരു ഫിറ്റോണിയയുടെ ഒരു തൈ വെച്ചാലെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഫിറ്റോണിയ പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കണേ. പിന്നെ ഇതിന് പെയിന്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ള കൺഫ്യൂഷനിൽ ഇരിക്കണേ കൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കാണ്. പിന്നെ പുതിയതായിട്ട് വാങ്ങിയത് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. അപ്പൊ ഫിറ്റോണിയ പ്ലാന്റും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതും ഫ്ലഡിന്റെ സമയത്ത് ഫുള്ള് ചീഞ്ഞു പോയി. അധികം വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോണ ഒരു പ്ലാന്റ് ആണിത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ് നശിച്ചുപോയിട്ട് പിന്നെയും അത് നമ്മൾ വില കൊടുത്ത് വാങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയുള്ളത് കൊണ്ട് വാങ്ങാണ്ടിരുന്നതാണ്. പക്ഷെ എന്റെ ലീഫൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് വീണ്ടും വാങ്ങിച്ചെന്നുള്ളൂ. അപ്പൊ നമ്മുടെ വഞ്ചിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ് ആണ്.
നേരത്തെ കാണിച്ച ആ ഒരു കിളിക്കൂട് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇവിടെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡന്റെ സൈഡിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് തൂക്കിയതാണ്. ഇനി വേറൊരു സ്ഥലത്തോട്ടൊക്കെ ഇത് മാറ്റിയിടണം. പിന്നെ അടുത്തതായിട്ട് വാങ്ങിയത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് വാണ്ടറിങ് ജൂ എന്നാണ്. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡിൽ ലീഫ് വരുന്ന വെറൈറ്റി ആണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ അടിഭാഗം നല്ലൊരു പർപ്പിൾ പിങ്കിഷ് ഷെയ്ഡിലുള്ളൊരു അടിഭാഗമാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇതേപോലെ തൂക്കിയിടുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ വാങ്ങിച്ചപ്പോഴേ ഇത്രയും സൈസിലുള്ള ഒരു പ്ലാന്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷനൊക്കെ എളുപ്പമുണ്ടാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഒക്കെ കണ്ടത്. അപ്പൊ ഇതിന്ന് 1, 2, 3 കമ്പൊക്കെ ഒടിച്ചിട്ട് വേറെ ചട്ടിയിൽ നടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നട്ടിട്ട് കുറച്ചായതിനു ശേഷം ഞാൻ അതിന്റെ കെയറിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അഗ്ലോണിമ തന്നെ ഒരു പീസ് ഞാൻ ഇതേപോലെ ഹാങ്ങിങ് പോട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ സെറ്റ് ചെയ്ത വെർട്ടിക്കൽ ഗാർഡൻ ഇപ്പോ ഈ ഒരു അവസ്ഥയിലായി. ഇപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം. ഞാൻ മുകളിൽ ഐക്കാർഡിലെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ ഒരു കറ്റാർവാഴ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റും ഫിറ്റോണിയും ഒക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ബാക്കി പ്ലാന്റ്സ് ഒക്കെ ഇതിക്ക് മുൻപ് പലതവണയായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ ഇൻഡോറൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇതിന്റെ ചെറിയ വെറൈറ്റി ഉണ്ടല്ലേ, ഈ ടൈപ്പ് തന്നെ കുഞ്ഞി കുഞ്ഞി ലീഫായിട്ട് വരുന്ന ഒരു വെറൈറ്റി അതിവിടെ ഉണ്ടായിരുന്നു. അതും ഫ്ലഡിൽ പോയി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഗാർഡനിലേക്ക് വാങ്ങിച്ചത് എവർഗ്രീൻ ടർട്ടിൽ വൈൻ ആണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ മാത്രം ഇടുന്ന ചെടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 1.5 മാസത്തോളം ആയിട്ടുണ്ട് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച അത്യാവശ്യം വളർന്നിട്ടുള്ളൊരു ചെടി ആയതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് ഇത്രയും വെച്ചിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു 4 ചട്ടിയിലേക്ക് കൂടി നട്ടിരുന്നു. അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളർന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും എന്താ പറയാ ഒരു സെയിം വളർച്ച തന്നെ 5 ചട്ടിയിലും വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വളർന്നിട്ട് ടർട്ടിൽ വൈൻ പ്ലാന്റ് കെയർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ നട്ടിട്ടുള്ള റോസാ ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായിട്ടുണ്ട്. നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ചെടിയുടെയൊക്കെ ലീഫ് നല്ലപോലെ വലുതായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 2-3 മാസമായി ഇപ്പോൾ ഞാൻ നട്ടിട്ട്. അപ്പൊ എന്താ കുറച്ച് വൈകിയാണെങ്കിൽ ആ വീഡിയോ എല്ലാവരും പയ്യെ പയ്യെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഉടൻ തന്നെ നമ്മളൊരു ബോഗൻവില്ല കെയറിന്റെ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നതാണ്. ഒന്നില്ലെങ്കിൽ തേഴ്സ്ഡേ അല്ലെങ്കിൽ സാറ്റർഡേ അപ്ലോഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം മറക്കാതെ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.